ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ മുന്നോട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ആദ്യത്തെ പോർഷനായിട്ടുള്ള നൗൺസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? നൗൺ, പ്രോനൗൺ, എഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ, ഇൻ്റർജങ്ഷൻ ഇവരെല്ലാം ചേർന്നാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു സെൻറ്റൻസ് എടുത്താലും ഇവരിൽ എന്തെങ്കിലുമൊക്കെ ആ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കും. ഉറപ്പായിട്ട് ഒരു നൗണൊക്കെ ഉണ്ടായിരിക്കും ഒരു സെൻറ്റൻസിൽ. അപ്പം നമുക്ക് ആദ്യം ഒരു സെൻറ്റൻസ് പറയാൻ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇന്ന് പഠിക്കേണ്ടത് നൗൺസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നൗൺസിനെ പറ്റി നോക്കാം. നെയിമിംഗ് വേർഡ്സ് ആർ കാൾഡ് നൗൺസ്. നൗൺസ് എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വേർഡ്സ് ആണ്. നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പേര് പറയാൻ പറ്റുന്നവർ, അവരിനെയാണ് നൗൺസ് എന്ന് പറയുന്നത്. പേര് പറയാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരാളുടെ പേര് പറയാം, ഒരു വ്യക്തിയുടെ പേര് പറയാം, ഒരു ബുക്ക് എന്ന് പറയാം, ഒരു പേന എന്ന് പറയാം, ഒരു പെൻസിൽ എന്ന് പറയാം. ഇതെല്ലാം നൗൺസ് ആണ്. നമുക്ക് അത് എടുത്തേ എന്ന് നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ എന്താണ് എടുക്കേണ്ടത്? അപ്പോൾ നമ്മൾ പറയും ആ പേന എടുത്തേ. അപ്പോൾ എന്താണ്? അതിന് നമ്മൾ നെയിം ചെയ്യുമല്ലേ? പേന എടുക്കൂ എന്ന് നമ്മൾ പറയുകയല്ലേ? എന്താണ് എടുക്കേണ്ടതെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ പേന എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പേനയെ നമ്മൾ നെയിം ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് എന്താണ്? ഒരു നൗൺ ആണ്. അപ്പോൾ എന്ത് ഒബ്ജക്ട്സുകളെല്ലാം നൗൺസ് ആണ്. അതുപോലെ തന്നെയാണ് ഒരാളുടെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, ഒരു സിറ്റി എന്ന് പറയുന്നു, അതെന്തായാലും അതെല്ലാം നൗൺസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. നെയിമിംഗ് വേർഡ്സ് ആർ കാൾഡ് നൗൺസ്. Nouns are one of the fundamental building blocks of language. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് തന്നെ എന്താണ്? നൗൺസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു നമ്മളെ ഭാഷ കെട്ടിപ്പടുക്കുന്നത് തന്നെ നൗൺസ് ഉപയോഗിച്ചാണ്. ദേ റെപ്രസെൻറ്റ് പീപ്പിൾ, പ്ലേസസ്, തിങ്സ് ഓർ ഐഡിയാസ്. അപ്പോൾ ഒരാളുടെ പേര്, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേര്, ഇതെല്ലാം എന്ത് തന്നെയാണ്? നൗൺസ് തന്നെയാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നു കോമൺ നൗൺസ്. കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളുടെ പേര് പറയുന്നില്ല, അതിനു പകരം നമ്മൾ പറയുകയാണ് ഡോഗ്, സിറ്റി, കാർ എന്നെല്ലാം പറയുകയാണ്. നമ്മൾ ആ കാറിൻ്റെ പേരോ അല്ലെങ്കിൽ സിറ്റിയുടെ പേരോ ഡോഗിൻ്റെ പേരോ അല്ല പറയുന്നത്. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു പട്ടിയാണ്. ജനറലായി നമ്മൾ പറയില്ലേ, അതിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ഒരു പൂച്ച വരുന്നു എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അവിടെ പൂച്ച എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. ദിസ് ഈസ് എ സിറ്റി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ എന്താണ്? സിറ്റി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നൗൺ. അടുത്ത പ്രോപ്പർ നൗൺസ് ആണ് ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരു ഓഫീസ്, അതിൻ്റെ എല്ലാം പേര് നമ്മൾ കൃത്യമായി പറയുന്നു. അതിനെയാണ് പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ആലിസ് ഈസ് എ സ്മാർട്ട് ഗേൾ. അപ്പോൾ നമ്മൾ ആലിസ് എന്ന പേര് പറഞ്ഞു. അപ്പോൾ അവിടെ ആലിസ് എന്ന് പറയുന്നത് ആരാണ്? ഒരു പ്രോപ്പർ നൗൺ ആണ്. അപ്പോൾ ഗേൾ എന്ന് പറയുന്നത് എന്ത് നൗൺ ആണ്? കോമൺ നൗൺ ആണ്. പ്രോപ്പർ നൗൺ ആണ് ആലിസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. അപ്പോൾ നമ്മൾ ഗാന്ധിജി എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി ഇവിടുത്തെ പ്രോപ്പർ നൗൺ ആണ്. ഫാദർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നേഷൻ എന്ന് പറയുന്നതും നൗൺസ് തന്നെയാണ്. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രോപ്പർ നൗൺ എഴുതുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായാലും ക്യാപിറ്റൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹർ നെയിം ഈസ് ആലിസ് എന്നാണ് നമ്മൾ ഒരു സെൻറ്റൻസിലുള്ളത് എങ്കിൽ അവളുടെ പേരാണ് ആലിസ്. അപ്പോൾ നമ്മൾ അവളുടെ പേര് പറഞ്ഞു ആലിസ് എന്ന്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് എഴുതുമ്പോൾ ആലിസിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എന്തായാലും ക്യാപിറ്റലൈസ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത് പഠിക്കേണ്ടത് അബ്സ്ട്രാക്ട് നൗൺസ് ആണ്. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്കതിനെ തൊട്ട് നോക്കാനോ ഒന്നും പറ്റില്ല. അതായത് ലവ്, ഫ്രീഡം, ഹാപ്പിനെസ്, സന്തോഷം, നമുക്ക് സ്വാതന്ത്ര്യം, സ്നേഹം, ഇതെല്ലാം നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇതെല്ലാം നമുക്കിത് അതാണ് സ്നേഹം, അതാണ് ഇഷ്ടം എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ മാത്രം സാധിക്കുന്നവയാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. അടുത്ത് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുമ്പോൾ ദേ റെഫർ ടു തിങ്സ് ദാറ്റ് ക്യാൻ ബി പെർസീവ്ഡ് വിത്ത് സെൻസസ്. നമുക്ക് സെൻസസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകിൽ കേൾക്കാനോ അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാനോ
മനസ്സിലാക്കാനോ അല്ലെങ്കിൽ തൊട്ട് മനസ്സിലാക്കാനോ ഒക്കെ സാധിക്കുന്നവയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. അതായത് ആപ്പിൾ, അത് നമുക്ക് തൊട്ട് മനസ്സിലാക്കാം. ബുക്ക്, മ്യൂസിക്, ആപ്പിൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം, അതും ഒരു സെൻസസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. അടുത്ത് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നവരാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അവർ സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. അതായത് സിംഗുലർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണം ഉണ്ട്. അടുത്ത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റാത്തവയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇത് 1, 2 എന്ന് എണ്ണാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവരാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. മിൽക്ക്, ഇൻഫർമേഷൻ, സാൻഡ്, ഇതെല്ലാം നമുക്ക് അളക്കാനായിട്ട് എന്താണ്, നമുക്ക് 1, 2, 3 എന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റാത്തവയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് എത്രമാത്രം വിദ്യാഭ്യാസമുണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റുമോ, എത്ര അറിവുണ്ട് എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റില്ല. നമുക്കുണ്ട് എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് മണ്ണുണ്ട് എന്ന് നമുക്ക് പറയാം. എത്ര മണ്ണുണ്ട്, 1 മണ്ണുണ്ടോ 2 മണ്ണുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. എന്താണ് ഒരു നൗണിൻ്റെ ജോലി എന്നുള്ളതാണ്. സബ്ജക്റ്റ്, ദ നൗൺ ദാറ്റ് പെർഫോംസ് ദ ആക്ഷൻ ഓഫ് എ വെർബ്. അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ ആര് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം അങ്ങനെയാണെങ്കിൽ അത് സബ്ജക്റ്റിൻ്റെ റോളാണ് നൗൺ അവിടെ ചെയ്യുന്നത്. ദ ഡോഗ് ബാർക്ക്ഡ്, ഒരാൾ കുരച്ചു. ആര് കുരച്ചു? പട്ടി കുരച്ചു. അപ്പോൾ പട്ടിയാണ് കുരച്ചത്. അപ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? പട്ടിയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്, സബ്ജക്റ്റ്. നൗൺ സബ്ജക്റ്റിൻ്റെ റോള് ചെയ്യുന്നു എന്ന് പറയുന്നത്. അടുത്ത് ഒബ്ജക്റ്റിൻ്റെ റോളും ചെയ്യാം. ഷീ റീഡ് ദ ബുക്ക്, അവൾ ബുക്ക് വായിച്ചു. അവൾ എന്ത് വായിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്താണ്? ബുക്ക്. ഒബ്ജക്റ്റിൻ്റെ ജോലിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നൗണിന് സബ്ജക്റ്റായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. The complement, a noun that provides additional information about the subject or object. അതായത് സബ്ജക്റ്റിനെ പറ്റിയോ ഒബ്ജക്റ്റിനെ പറ്റിയോ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നവരാണ് എന്ത് പറയുന്നത്? കോംപ്ലിമെൻറ്റിൻ്റെ റോൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു നൗൺ ഒരു കോംപ്ലിമെൻറ്റിൻ്റെ റോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരാളെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഷീ ഈസ് എ ടീച്ചർ, അവരൊരു ടീച്ചറാണ്. അപ്പോൾ അവിടുത്തെ കോംപ്ലിമെൻറ്റ് നൗൺ എന്ന് പറയുന്നത് ആരാണ്? ടീച്ചറാണ്. ഒരു കൂട്ടം, അതാണ് അടുത്ത കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിനെ നമ്മളൊരു സിംഗിളായി എടുക്കുന്നു, അതിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഒരുപാട് പേരെയെല്ലാം ഒരു ഒറ്റ വാക്കിൽ കളക്റ്റീവായി നമ്മൾ ചുരുക്കി എടുക്കുന്നതിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറയുമ്പോൾ അതിലൊരു 5 പേര് കാണാം. അപ്പോൾ 5 പേര് ചേർന്ന ഒരു കുടുംബം. അവർ നമ്മൾ ഓരോരുത്തരുടെ പേര് പറയുന്നതിന് പകരം 5 പേര് അവരൊരു കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളതിന് ഫാമിലി എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ഒരു കൂട്ടത്തിന് നമ്മൾ പറയുന്നതാണ് കളക്റ്റീവ് നൗൺസ്. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് നൗൺസിന് തന്നെ സിംഗുലറും പ്ലൂറലുമാണ്. സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരാൾ, പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടത് അതാണ്. ക്യാറ്റ്, അതൊരു സിംഗുലർ നൗണാണ്, അതിൻ്റെ പ്ലൂറലാണ് ക്യാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില വാക്കുകൾക്ക് നമ്മൾ എസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്ലൂറലായിട്ട് മാറും. ക്യാറ്റ്, അപ്പോൾ ക്യാറ്റ്സ് എന്ന് പറയും. അടുത്ത് ബുക്ക്, ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു ബുക്ക്, ബുക്കിൻ്റെ പ്ലൂറലാണ് ബുക്സ്. സിറ്റി, അതിൻ്റെ അവസാനം വൈ ആണ്. അപ്പോൾ വൈ വരുന്നതൊക്കെ കൂടുതൽ നമ്മൾ എന്തിലോട്ടാണ് മാറ്റുന്നത്? IES എന്നതിലോട്ടാണ് മാറ്റുന്നത്. സിറ്റി, സിറ്റീസ് എന്ന് പറയും. അടുത്ത് ബസ്, ബസ്സിൻ്റെ പ്ലൂറലാണ് ബസ്സസ് എന്ന് പറയുന്നത്. SES ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവസാനം ബസ്, BUS. ബസ്സസ് എന്ന് പറയുമ്പോൾ ES ആഡ് ചെയ്ത് കൊടുക്കും. ഫോക്സ്, ഫോക്സസ്. ലീഫ്, F ആണ് അവസാനം നമ്മൾ എന്തായിട്ടിലോട്ട് മാറ്റുന്നു? VESലോട്ട് മാറ്റുന്നു. ലീവ്സ്. അതുപോലെ തന്നെയാണ് നൈഫ്, FEക്ക് പകരം VESലേക്ക് മാറ്റുന്നു. മാൻ്റെ പ്ലൂറൽ മെൻ ആണ്, വുമൻ്റെ പ്ലൂറലാണ് വിമൻ. MENലേക്ക് നമ്മൾ മാറ്റും. അടുത്ത മൗസിൻ്റെ പ്ലൂറലാണ് മൈസ് എന്ന് പറയുന്നത്. ഗൂസിൻ്റെ പ്ലൂറലാണ് ഗീസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു വെക്കണം, കുറച്ചൊക്കെ നമുക്കൊരു ലോജിക്ക് വെച്ച് വൈ ആണ് വരുന്നതെങ്കിൽ IES വരും. അങ്ങനെയെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ഷീപ്പ്, ഷീപ്പിൻ്റെ പ്ലൂറലാണ് ഷീപ്പ് എന്നുള്ളത് തന്നെയാണ്. സെയിം ഫോർ സിംഗുലർ ആൻഡ് പ്ലൂറൽ, അതായത് സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെയാണ്. ഷീപ്പ്, ഷീപ്പ് തന്നെയാണ്. ഡിയറിൻ്റെ പ്ലൂറൽ എന്താണ്? ഡിയർ തന്നെയാണ്. ഫിഷിൻ്റെ പ്ലൂറലും ഫിഷ് എന്ന് തന്നെയാണ്. സെയിം ഫോം. ഫിഷസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് സ്പീഷീസ്, അതായത്
പല തരം മീനുകളാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫിഷസ് എന്ന് ഉപയോഗിക്കുന്നത്. ഒരേ തരത്തിലുള്ള മീനുകളാണെങ്കിൽ നമ്മൾ അതിനെ ഫിഷ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് ചൈൽഡിൻ്റെ പ്ലൂറലാണ് ചിൽഡ്രൻ. അടുത്ത് പേഴ്സൺ, അതിൻ്റെ പ്ലൂറലാണ് പീപ്പിൾ. അടുത്ത് ടൂത്തിൻ്റെ പ്ലൂറലാണ് ടീത്ത്. ഫൂട്ടിൻ്റെ പ്ലൂറലാണ് ഫീറ്റ്. ഫൂട്ട് എന്ന് പറയുന്നത് എന്താണ്? പാദത്തിൻ്റെ പ്ലൂറലാണ് ഫീറ്റ്. പാദങ്ങൾ എന്ന് പറയുമ്പോൾ ഫീറ്റ് എന്ന് പറയും. അപ്പോൾ അടുത്ത് നമുക്ക് കുറച്ച് എക്സസൈസസ് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദ ഡാഷ് ആർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ആർ എന്നാണ് പറയുന്നത്. ആർ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളപ്പോഴാണ്. ദ ഡാഷ് ആർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ ക്യാറ്റിനെ പറ്റിയാണ് നമുക്ക് മനസ്സിലായി. ക്യാറ്റ് എന്ന് വരുമോ, അതായത് ഒരു ക്യാറ്റാണോ ഉള്ളത്, അതായത് അതോ ഒരുപാട് ക്യാറ്റുകളാണോ ഉള്ളത്? ഒരുപാട് ക്യാറ്റിന് നമ്മൾ ക്യാറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ക്യാറ്റാണോ അതോ ക്യാറ്റ്സ് ആണോ വരുന്നത്? ക്യാറ്റ്സ്, കാരണം ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഷീ ബോട്ട് 3 ന്യൂ ഡാഷ് ഫോർ ഹെർ കളക്ഷൻ. അവൾ 3 പുതിയ ഡാഷ് വാങ്ങിച്ചു അവളുടെ കളക്ഷനിലേക്ക്. 3 എന്ന് പറയുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്ലൂറൽ ഫോമാണ്. ബുക്കിൻ്റെ പ്ലൂറൽ എന്താണ്? ബുക്സ്. ദ ഡാഷ് വെയർ എക്സൈറ്റഡ് ഫോർ ദ ഫീൽഡ് ട്രിപ്പ്. ദ ഡാഷ് വെയർ എക്സൈറ്റഡ് ഫോർ ദ ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പിന് വേണ്ടി ഡാഷ് എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടെ ചൈൽഡ്, കുട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ കുട്ടി എന്നാണ് ഉള്ളത്. അപ്പോൾ കുട്ടിയെ പറ്റിയാണ് നമ്മളിവിടെ എഴുതേണ്ടത് മനസ്സിലായി. വെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയർ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിൽ കൂടുതൽ പേരുള്ളപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ചിൽഡ്രൻ എന്നാണ് അവിടെ എഴുതേണ്ടത്. പ്ലൂറൽ ഫോം ആയിട്ടുള്ള ചിൽഡ്രൻ ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അടുത്ത് വി സോ എ ഡാഷ് ഇൻ ദ കിച്ചൺ യെസ്റ്റർഡേ. നമ്മൾ ഒരു ഡാഷിനെ കണ്ടു കിച്ചണിൽ. ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 എന്നാണ് സൂചിപ്പിക്കുന്നത്. എ റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റാബിറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ എ മൗസ് എന്നതായിരിക്കും ഇവിടെ വരുന്നത്. വി സോ എ മൗസ് ഇൻ ദ കിച്ചൺ യെസ്റ്റർഡേ. അടുത്ത് ദ ഡാഷ് ലൈറ്റ്സ് വെയർ ബ്യൂട്ടിഫുൾ അറ്റ് നൈറ്റ്. രാത്രിയിൽ എന്താണ്? ഡാഷിൻ്റെ ലൈറ്റ്സ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും? സിറ്റി ലൈറ്റ്സ് വെയർ ബ്യൂട്ടിഫുൾ അറ്റ് നൈറ്റ്. ദ സിറ്റീസ് നൈറ്റ് ലൈറ്റ്സ് എന്ന് എഴുതത്തില്ല. സിറ്റി ലൈറ്റ്സ് വെയർ ബ്യൂട്ടിഫുൾ അറ്റ് നൈറ്റ്. അപ്പോൾ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എക്സസൈസുകളെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.